തുടക്കം മുതലുള്ള ഒരു അവ്യക്തതയ്ക്ക് ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. വീണ തായ്ക്കണ്ടി ഒരു സേവനം നൽകിയിട്ടില്ലെന്ന് കർത്തയുടെ മൊഴി തന്നെയുണ്ട്. എങ്ങനെയാണ് ആദ്യമായിട്ട് എന്നെ നോക്കിക്കാണുന്നത്? ഞാൻ ഇന്നത്തെ ഈ വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഏറെക്കാലം കേരള രാഷ്ട്രീയം, കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു മാസപ്പടി കേസ് എന്നത്. അത് വന്ന ആദ്യഘട്ടം മുതൽ ഞാൻ അസന്നിഗ്ധമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ് എന്നും ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിന് വേണ്ടി, സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിന് വേണ്ടി കരിമണൽ കമ്പനി നൽകിയ പണമാണ് ഈ കോടിക്കണക്കിന് രൂപ എന്നും അതുകൊണ്ട് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ആക്ഷേപിക്കുകയും എന്നെ വേട്ടയാടുകയും ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് നിയമസഭയിൽ അടക്കം അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത സിപിഎമ്മും സിപിഎമ്മിന്റെ നേതാക്കന്മാരും ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഫ്രം ദ ഹോഴ്സ് മൌത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് നേരിട്ട് കരിമണൽ കർത്തയിൽ നിന്ന് തന്നെ ഒരു സേവനവും നൽകാതെയാണ് ഞങ്ങൾ കോടിക്കണക്കിന് രൂപ നൽകിയത് എന്നും അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്നും സാക്ഷാൽ കർത്ത തന്നെ പറഞ്ഞ നിലയ്ക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവ് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഇത് സേവനത്തിന് വേണ്ടിയിട്ടല്ല, പിണറായി വിജയനുമായുള്ള ബന്ധം അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്നുള്ള സേവനത്തിന് വേണ്ടി നൽകിയ പണമാണ് എന്ന് കരിമണൽ കമ്പനിയുടെ MD ആയ കർത്ത തന്നെ പറയുന്നു. അതാണ് കേരള സമൂഹത്തോട് ഇത്രയും കാലം ഞാൻ പറയാൻ പരിശ്രമിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള, അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളും ഒക്കെയാണ് ഞാൻ നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത്, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ കൈയടി വാങ്ങി തിരിച്ചു പോകാനുള്ളതല്ല. ഇതിനൊരു ട്രസ്റ്റിന്റെ ഒരു എലിമെന്റ് ഉണ്ട്. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും മുന്നോട്ട് വെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലയാവർത്തി നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതില് കണ്ടമാനം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹഡ് ഗോൺ ത്രൂ തൗസൻഡ്സ് ഓഫ് പേപ്പേഴ്സ്, ആയിരക്കണക്കിന് പേപ്പറുകൾ പരിശോധിച്ച് വ്യക്തമായി കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളോട് ഉത്തമ വിശ്വാസത്തോടുകൂടി പറഞ്ഞപ്പോ എന്നെ വേട്ടയാടാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നിന്നവർ, പ്രത്യേകിച്ച് CPM എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും ഇന്ന് ഇതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ മാസപ്പടി എന്ന വിഷയം കേരളം ഏത് നിലയിലാണോ കണ്ടത് അതിന് വലിയൊരു ഇമ്പാക്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതിനെ ന്യായീകരിക്കാൻ CPM ശ്രമിക്കുന്തോറും അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും നേതാക്കന്മാരും അത് ന്യായീകരിക്കാൻ ശ്രമിച്ച് അത്രയും CPM പിന്നോട്ട് പോകേണ്ടി വന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന് ലഭിച്ച വലിയ തിരിച്ചടികളിലൊന്ന്, ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു കാരണം അതാണ്. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ നടത്തിയ പോരാട്ടങ്ങൾ, ഞാൻ നടത്തിയ നിയമ പോരാട്ടങ്ങളെല്ലാം ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. മൾട്ടിപ്പിൾ ഏജൻസീസ് നടത്തിയ പരിശോധനയും അന്വേഷണവും, ആദ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ ഇതേ കാര്യം കണ്ടെത്തി. അതിനുശേഷം EDയുടെ സമാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. SFIയുടെ അന്വേഷണത്തിലും സമാനമായ കാര്യങ്ങൾ വരുമ്പോൾ, വിവിധ ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൽ ഒരേ ഫാക്ട് ഒന്നുപോലെ വരുമ്പോൾ അതാണ് സത്യമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാണ് സത്യം. വലിയ അഴിമതിയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഇനി വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവരിക എന്ന് തന്നെയാണ്. ഇതിലിപ്പോൾ PMLA ആണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിനകത്ത് കള്ളപ്പണം എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിലേക്കും കൂടെ വെളിച്ചം വീശേണ്ട, അത് എവിടെ ഉപയോഗിച്ചു എന്നുള്ളത്. വാട്ട് നെക്സ്റ്റ്? ഇതിനകത്ത് ഇനി എന്താണ് ഇനി സംഭവിക്കാൻ? അല്ല, ഞാൻ ഈ കാര്യത്തിൽ കൺസിസ്റ്റന്റായി ഞാൻ പറഞ്ഞിരുന്ന ഒരു നിലപാടുണ്ട്. ഈ വിഷയത്തിൽ, മാസപ്പടി വിഷയത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുമ്പോഴാണ് സാക്ഷാൽ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്നത്. ഇപ്പോൾ നടത്തിയിട്ടുള്ള അന്വേഷണം കമ്പനി ലോ ബോർഡിന്റെ കീഴിൽ അല്ലെങ്കിൽ കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണമാണ്, PMLA നിയമപ്രകാരമുള്ള അന്വേഷണമാണ്, IT നിയമപ്രകാരമുള്ള അന്വേഷണമാണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യത ഉണ്ടായിരുന്ന വീണയും എക്സാലോജിക്കും ഇൻകം ടാക്സിൽ വെട്ടിപ്പ് നടത്തിയോ എന്നുള്ളതാണ്. പണം കൈപ്പറ്റിയ വീണയും എക്സാലോജിക്കും കള്ളപ്പണം കൈപ്പറ്റി എന്നതാണ് PMLAയിൽ വരുന്ന ഇതെന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോ ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നതും കള്ളപ്പണവുമായി ബന്ധപ്പെട്ടാണ്. കമ്പനി ലോയുടെ വയലേഷൻസ് ആണ് SFI അന്വേഷിക്കുന്നത്. പക്ഷേ ഇതിൽ യഥാർത്ഥ അന്വേഷണം നടക്കേണ്ടത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണമാണ്.
അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു. ഈദർ വിജിലൻസ് ഓർ CBI, ഒന്നുകിൽ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ അഴിമതിയുടെ കാണാക്കയങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. ഒരു കരിമണൽ കമ്പനിക്ക് വേണ്ടി അധികാരത്തിലിരുന്നു കൊണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങളും വഴിവിട്ട കാര്യങ്ങളും അത് കേരളത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ എങ്ങനെ ബാധിച്ചു എന്നതും അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരിക. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ സിസ്റ്റം എപ്പോഴെങ്കിലും സത്യസന്ധമായി പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമായിരിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. താങ്കൾ ഒരിക്കൽ ലീഗൽ ഡിസ്പ്യൂട്ടിന് പോയതാണ്. ഇനി വീണ്ടും ഒരു വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അന്വേഷണത്തിനോ അങ്ങനെ ഒരു പ്രയർ കോടതിക്ക് മുമ്പിലോ വെക്കുന്നുണ്ടോ? താങ്കൾ അതിന് മുന്നിട്ടിറങ്ങുന്നുണ്ടോ? ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു അഭിഭാഷകൻ കൂടിയായ ഒരു നിയമ വിദ്യാർത്ഥിയായ ഞാൻ എന്നാൽ കഴിയുന്നതുപോലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതിൽ എന്നാൽ കഴിയുന്നതുപോലെ ആത്മാർത്ഥവും സത്യസന്ധവും സുതാര്യവുമായ ഒരു പോരാട്ടം, നിയമ പോരാട്ടം അടക്കം നടത്തിയ വ്യക്തിയാണ്. സുപ്രീം കോടതിയിൽ എന്റെ കേസ് അഡ്മിറ്റ് ചെയ്യാതെ ഡിസ്മിസ് ചെയ്ത സമയത്ത് ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഞാൻ ഏറ്റുവാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഒന്നിന്റെയും അവസാനമല്ല, ഇവിടെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല, ഇത് എന്നേക്കുമായി അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ നിയമസാധ്യതകൾ തേടാനുള്ള വഴി ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതിന്റെ യാഥാർത്ഥ്യം, ഇതിലെ അഴിമതി പുറത്തു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ തുടരും. ഇന്ന് ഒരു UDF സർക്കാർ അധികാരത്തിലിരിക്കുന്നു. സത്യത്തിനു വേണ്ടി പോരാടാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയും ഒരു ഭരണ നേതൃത്വവും കേരളത്തിലുള്ളതുകൊണ്ട് അതിന്റെ മറ്റ് സാധ്യതകൾ തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. ജനങ്ങളോട് പറഞ്ഞ വാക്ക്, ഇതിനെതിരായിട്ടുള്ള പോരാട്ടം സത്യസന്ധമായി വെള്ളം ചേർക്കാതെ കലർപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ജനങ്ങളോട് പറയുക. ഞാൻ പറയുന്നത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, അതിന്റെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. അതിന്റെ എവിഡൻസ് എല്ലാം ഗ്യാദർ ചെയ്തതിനു ശേഷം അത് നന്നായി അസസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇതുമായി മുന്നോട്ട് പോകുമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.